സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ജൂലൈ 20 തിങ്കൾ. ബഹിരാകാശ ഗവേഷണ മേഖലയിൽ വിക്രം-1 റോക്കറ്റിന്റെ വിജയകരമായ വിക്ഷേപണത്തിലൂടെ ഇന്ത്യ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. രാജ്യം ആദ്യമായി സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച റോക്കറ്റാണ് ശനിയാഴ്ച ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്ന് വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ സുരക്ഷിതമായി ദൗത്യലക്ഷ്യം നേടിയത്. രാജ്യത്തിനോളം ISRO വികസിപ്പിച്ച റോക്കറ്റുകളിലൂടെയാണ് ചെറുതും വലുതുമായ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിച്ചത്. അതിൽ നിന്നുള്ള ചരിത്രപരമായ മാറ്റത്തിൻ്റെ തുടക്കം കൂടിയാണ് വിക്രം-1ലൂടെ ഉണ്ടായത്. ഇതോടെ സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച റോക്കറ്റ് വിക്ഷേപിച്ച് നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ രാജ്യമെന്ന ബഹുമതിയും ഇന്ത്യക്ക് സ്വന്തം. ഹൈദരാബാദ് ആസ്ഥാനമായ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സ്വകാര്യ സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് ആഗമൻ മിഷൻ എന്ന പേരിൽ വിക്രം-1 റോക്കറ്റ് വികസിപ്പിച്ചത്. രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള 6 പെലോഡുകൾ ദൗത്യത്തിലൂടെ നിർദ്ദിഷ്ട ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വിക്രം-1ന് കഴിഞ്ഞു. പൂർണ്ണമായി ഖര ഇന്ധനം ഉപയോഗിച്ചുള്ള റോക്കറ്റ് 15 മിനിറ്റും 46 സെക്കൻഡും കൊണ്ട് 450 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ലക്ഷ്യം നേടിയതോടെ ലോകം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ സ്വകാര്യ നേട്ടം കൂടിയാണ് അടയാളപ്പെടുത്തിയത്. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് വിക്രം-1. ആദ്യ ശ്രമത്തിൽ ബഹിരാകാശ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതോടെ ഈ രംഗത്തെ ആഗോളതലത്തിലെ സംരംഭകരായ സ്പേസ് എക്സ്, റോക്കറ്റ് ലാബ്, ഫയർഫ്ലൈ, ABL സ്പേസ് സിസ്റ്റംസ് എന്നീ സ്ഥാപനങ്ങൾക്കൊപ്പം ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ടും ഇടം പിടിച്ചു. ബഹിരാകാശ ഗവേഷണ മേഖല അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാവുന്നതിനൊപ്പം കടുത്ത മത്സരത്തിലുള്ള വേദിയും കൂടിയായി മാറുകയാണ്. ഇത് ശാസ്ത്ര വളർച്ചയോടൊപ്പം വാണിജ്യപരമായ വികസന സാധ്യതകളും സമ്മാനിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മറ്റു രാജ്യങ്ങളിൽ നേരത്തെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിന് തുടക്കമായത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് വൻ നേട്ടങ്ങൾ സ്വന്തമാക്കിയ നാസയ്ക്കൊപ്പം ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും ആകാശ ദൗത്യങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നത് സ്വകാര്യ മേഖലയിലേക്കുള്ള ചുവടുമാറ്റത്തിലൂടെയാണ്. വിക്ഷേപണ ആവശ്യം വർദ്ധിച്ചതോടെ ശേഷി കൂട്ടാൻ എല്ലാ രാജ്യങ്ങളിലെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ തയ്യാറായി. ഇന്ത്യയും ഈ വിധത്തിലുള്ള മാറ്റത്തിന് തുടക്കമിട്ടതാണ് സ്കൈറൂട്ട് പോലുള്ള സ്വകാര്യ സ്റ്റാർട്ടപ്പുകളുടെ ഉദയത്തിന് കാരണം. വിക്രം-1 വിക്ഷേപണ വിജയം ആഹ്ലാദം പകരുമ്പോഴും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി നേരിടുന്ന ആഭ്യന്തര പ്രതിസന്ധികൾ ഒട്ടും ആശ്വസിക്കാൻ വക നൽകുന്നതല്ല. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 100-ലേറെ ശാസ്ത്രജ്ഞരാണ് ഇസ്രോയുടെ പടിയിറങ്ങിയത്. ഇവരെല്ലാം വിവിധ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്റ്റാർട്ടപ്പുകളിലൂടെയോ വിദേശ ബഹിരാകാശ ഏജൻസികളിലോ ജോലി തേടിയിരിക്കുകയാണ്. ISROയിൽ നിന്ന് നേരത്തെ ജോലി ഉപേക്ഷിച്ചവരാണ് സ്കൈറൂട്ട് സ്ഥാപകൻ പവൻ കെ ചന്ദനയും സഹസ്ഥാപകൻ നാഗഭാരത് ഡാക്കയും. ആകർഷക വേതന വ്യവസ്ഥകളും ഗവേഷണ മേഖലയിൽ പരിധിയില്ലാത്ത ഉയരാനും അവസരവും ലഭിക്കുന്നതാണ് ശാസ്ത്രജ്ഞരുടെ കൊഴിഞ്ഞുപോക്കിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. ശാസ്ത്രജ്ഞർ കൂട്ടത്തോടെ ജോലി വിടുന്നത് ISROയുടെ ഗവേഷണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന് പറയേണ്ടതില്ല. കുറച്ചു കാലമായി ISROയുടെ പ്രവർത്തനങ്ങളിൽ താളപ്പിഴകൾ ഉണ്ടാകുന്നതായി മുതിർന്ന ശാസ്ത്രജ്ഞരുൾപ്പെടെ ആകുലപ്പെട്ടത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. പ്രഖ്യാപിച്ച വൻ ദൗത്യങ്ങൾ പലതും അനിശ്ചിതമായി വൈകുന്നതിന് പലവിധ കാരണങ്ങളുണ്ടെങ്കിലും ശാസ്ത്രജ്ഞർക്ക് ആകർഷകമായ വേതന വ്യവസ്ഥകൾ, ഗവേഷണാവസരം എന്നിവ നിഷേധിക്കപ്പെടുന്നത് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാരണങ്ങളിലൊന്നാണ്. കേന്ദ്ര സർക്കാർ ISROയുടെ വികസന കാര്യത്തിൽ കാട്ടുന്ന അലംഭാവം നേരത്തെയും വിമർശന വിധേയമായിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ ഗവേഷണ മേഖലയിൽ രാജ്യം ഇന്നോളം നേടിയ കരുത്തിന് കയ്യൊപ്പ് ചാർത്തിയ വിക്രം സാരാഭായ്, സതീഷ് ധവാൻ, APJ അബ്ദുൽ കലാം തുടങ്ങിയ ശാസ്ത്രജ്ഞരുടെ ശ്രേണിയിലും ശേഷിയിലുമാണ് ISRO ഇക്കണ്ട നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയത്. അവരും പിന്മുറക്കാരും രാജ്യത്തിന് നൽകിയ സംഭാവനകൾ കൂടിയാണ് ISROയുടെ ചരിത്രം. അതുകൊണ്ട് തന്നെ രാജ്യം അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയ ISROയുടെ പ്രതാപത്തിന് മങ്ങലേൽക്കുന്ന ഒരു നടപടിക്കും കേന്ദ്ര സർക്കാർ അവസരം നൽകരുത്. അതേസമയം ചെറു ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം സ്വകാര്യ മേഖലയിലൂടെ വർദ്ധിക്കുന്നത് ISROയുടെ ആർജിത വളർച്ചയ്ക്ക് സഹായകമാവുമെന്ന വിലയിരുത്തലുമുണ്ട്. സ്വകാര്യ സംരംഭങ്ങൾക്കായി വിക്ഷേപണം ഉൾപ്പെടെയുള്ള സാങ്കേതിക നടപടികൾ ഒരുക്കുന്നത് ISROയുടെ വാണിജ്യ വിഭാഗമായ ഇൻസ്പേസ് ആണ്. സ്വകാര്യ മേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നത് വഴി
ISROയ്ക്ക് വരുമാനം കൂട്ടാനും ബഹിരാകാശ ഗവേഷണ രംഗത്ത് ആഭ്യന്തര തലത്തിൽ മത്സരാധിഷ്ഠിത അന്തരീക്ഷം സൃഷ്ടിക്കാനും കഴിയും. എന്നാൽ വിക്രം 2 ലക്ഷ്യമിടുന്നത് ഭാരമേറിയ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കാനാണെന്ന് സ്കൈറൂട്ടും ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. 2030 50 റോക്കറ്റ് വിക്ഷേപണം ലക്ഷ്യം വെക്കുന്നതായും സ്കൈറൂട്ട് പറയുന്നു. അങ്ങനെ വന്നാൽ ISRO നടത്തിവന്ന വാണിജ്യ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക് കൂടി വ്യാപിക്കുകയും പിന്നീട് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ISROയുടെ പ്രാധാന്യം നഷ്ടപ്പെടുത്താനിടയാക്കുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. ഇത്തരം നീക്കങ്ങൾ രാജ്യത്തിൻ്റെ യശസ്സുയർത്തിയ പൊതുമേഖലാ സ്ഥാപനമായ ISROയെ ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിച്ചേക്കാം.